ഹലോ. ഇന്ന് ഞാൻ എൻ്റെ സ്ഥിരം കൂതറ വേഷമൊക്കെ മാറ്റി കുറച്ച് നല്ല വേഷത്തിൽ സുന്ദരി മണിയായിട്ടല്ലേ വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? ഇന്നൊരു ഫങ്ഷനുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് രാവിലെ. അച്ഛനും അമ്മയും ഞാനും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? തിരുവാഴയോട് മഹാത്മാ UP സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ അച്ഛൻ്റെ 10ാം ക്ലാസ് ബാച്ചിൻ്റെ ഒരു ഒത്തുചേരലുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തിരുവാഴയോട് മഹാത്മാ UP സ്കൂള്. മഹാത്മാ UPയിലല്ല അച്ഛൻ പഠിച്ചത് കേട്ടോ. ശ്രീകൃഷ്ണപുരം സ്കൂളിലായിരുന്നു അച്ഛൻ്റെ 10ാം ക്ലാസ്സൊക്കെ. അപ്പോൾ ആദ്യത്തെ ഇവരുടെ ഗെറ്റ് ടുഗദർ, അതായത് 10ാം ക്ലാസ് ബാച്ചിൻ്റെ 50 വർഷം തികയുന്ന ഗെറ്റ് ടുഗദർ ശ്രീകൃഷ്ണപുരം സ്കൂളിൽ വെച്ചിട്ട് ഗ്രാൻഡായിട്ട് നടത്തിയതാണ്. അതിനുശേഷം പിന്നെ ഇവരെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേര് 1-2 പ്രാവശ്യം ഇങ്ങനെ കൂടിയിട്ടുണ്ട്, ഒരു ഒത്തുചേരൽ. അപ്പോൾ അതുപോലെ ഇത്തവണയും ഉണ്ടായി. അപ്പോൾ അതിന് അമ്മയും ഞാനും കൂടെ പോയതാണ്. 50ാമത്തെ വാർഷികത്തിൻ്റെ ഫസ്റ്റ് ഗെറ്റ് ടുഗദർ അവർ പഠിച്ച സ്കൂളിൽ തന്നെ നടത്തിയതിന് അമ്മയും ഞാനും പോയിരുന്നു. അത് വലിയൊരു ഫങ്ഷനായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ഫങ്ഷനായിരുന്നു. ഗുരുവന്ദനവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. ഇത് രാവിലെ തൊട്ട് ഉച്ച വരെ കുറച്ച് നേരം ഒത്തുകൂടി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഫങ്ഷൻ. പക്ഷെ അത് നന്നായിരുന്നു കേട്ടോ. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരൊക്കെ വന്നിരുന്നു. ആൾക്കാർ ഫാമിലിയും ഒക്കെ ആയിട്ട്.
ഇത് രാധാകൃഷ്ണൻ അങ്കിൾ. ഈ അങ്കിളിൻ്റെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇവരുടെ ആദ്യത്തെ ഗെറ്റ് ടുഗദർ മുതൽ കഴിഞ്ഞ ഈ ഫംഗ്ഷൻ വരെ ഓരോ തവണയും ഇതിന് മുൻകൈ എടുത്തതിന് വേണ്ടതൊക്കെ ചെയ്യുന്നത് രാധാകൃഷ്ണൻ അങ്കിളാണ്. എന്താ സംഭവം? വട. മോൾക്ക് ഇഷ്ടമുള്ളതാച്ചിട്ടേ. ഓക്കെ, താങ്ക് യു. 11:30 മണിയൊക്കെ ആയപ്പോൾ ചായയും സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. ഉഴുന്നുവടയായിരുന്നു, അതൊക്കെ കഴിച്ചു. ഒരാൾ ആരോഗ്യ പ്രശ്നം കാരണം സരസ്വതി ഇവിടുത്തെ ശരിയിൽ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്തോ അവർ നമ്മുടെ സംഗമത്തിന് കൂടി വന്നിട്ടില്ല, അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങിയപ്പോൾ ആദ്യം പ്രാർത്ഥനയാണ്. ഇവർ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥന ചൊല്ലിയിരുന്ന കുട്ടി ഇപ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് റിട്ടയർഡായി. ഓ ലീലാവതി ടീച്ചർ, അവരെ വിളിക്കുകയാണ് പ്രാർത്ഥന ചൊല്ലാൻ. എല്ലാവരും എന്ത് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന വേണമല്ലോ. നമ്മുടെ സാധാരണ പ്രാർത്ഥന നമ്മുടെ ഹിന്ദി ടീച്ചറായിരുന്നു. ഹിന്ദിയിലൊരു പ്രാർത്ഥന. जगत्राता विश्वविधाता हे सुख शांति हे तन हे सुखदा हे जगत्राता विश्वविधाता हे सुख शांति हे तन जग आश्रय जमालख निरंजन है जग आश्रय जगपति जगवंदित अनुपम हे जगत्राता विश्वविधाता हे सुख शांति പിന്നെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമായിരുന്നു. ഓരോരുത്തരും അവരവരെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി, വീട്ടുകാരെ പരിചയപ്പെടുത്തി. അങ്ങനെ പ്രാർത്ഥന ചൊല്ലിയ ടീച്ചർ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളുടെ കോപ്പി അവിടെ രാധാകൃഷ്ണൻ അങ്കിൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതാണ് ടീച്ചറുടെ ഒരു പുസ്തകം, ശംഖുലി. കുറച്ച് കവിതകളൊക്കെയാണ് ഇതിൽ കേട്ടോ. ഇതിൽ കൈതപ്രം സാറിൻ്റെ ആശംസയൊക്കെ ഉണ്ട്. ആദ്യം എൻ്റെ അച്ഛൻ സംസാരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. 2003 കന്മയിൽ എൻ്റെ ഇത് പാഞ്ചാലി ടീച്ചറാണ്, ഇവരുടെ ക്ലാസ്മേറ്റ് തന്നെയാണ്. പിന്നെ ടീച്ചറായിട്ട് റിട്ടയർഡായി.
ഇവർ സിംഗപ്പൂരായിരുന്നു മകൻ്റെ കൂടെ. അപ്പോൾ ഈ ഫംഗ്ഷന് വേണ്ടി വന്നതാണ് സിംഗപ്പൂരിൽ നിന്ന്. അത്രയും ഉത്സാഹവും സന്തോഷമാണ് കൂട്ടുകാരെ കാണാനും ഫംഗ്ഷന് കൂടാനും ഒക്കെ. അപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് എത്തിയത്. അത് വലിയൊരു സന്തോഷമായിരുന്നു അവിടെ എല്ലാവർക്കും. അത്രയും ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും ഈ പ്രായത്തിൽ അവർ നൽകുന്നു എന്നുള്ളതാണ്, കൂട്ടുകാരെ കാണാനും കൂടാനും ഒക്കെ. പിന്നെ എല്ലാവരും നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയിൽ ഞാനില്ല കേട്ടോ. പാഞ്ചാലി ടീച്ചർ എഴുതി അവതരിപ്പിച്ച ഒരു കവിത. മറന്നുപോയി മലയാളത്തെ മക്കൾ പോലും പറഞ്ഞിടാം. ഗായും കായുമെല്ലാമേ അവന് സമമായില്ല. ആർക്കു വേണം മലയാളം എന്നായി മക്കളുണ്ടത. അമ്മയെ മമ്മിയാക്കി മമ്മിക്ക് സമാനമായി. അച്ഛനോ ഡാഡിയായിട്ടിന്ന് ഡാഡി ഡാഡിക്ക് സമാനമായി. മലയാളം തെറ്റിച്ചൊല്ലിയിട് അതുതന്നെ ഒരു ഫാഷനാണ്. മലയാളം മലയാളമായി, ഇംഗ്ലീഷോ മംഗ്ലീഷുമായി. വികലമായി ചൊല്ലിയിടല്ലേ വിശുദ്ധിയേറുന്നതല്ലേ. മാതൃഭാഷയാ മലയാളത്തെ മറക്കൊല്ലൻ പൊന്നുമക്കളെ. ലീലാവതി ടീച്ചറുടെ പാട്ട്. ഉച്ചയ്ക്ക് നല്ലൊരു ഊണായിരുന്നു. അവിയൽ, കൂട്ടുകറി, അതുപോലെ ഉപ്പേരി, വടുകപ്പുളി അച്ചാർ, പപ്പടം, സാമ്പാർ, രസം, ചോറ്, പിന്നെ പായസം, അടപ്രഥമനായിരുന്നു കേട്ടോ. അങ്ങനെ ഊണ്. തിരുവാഴിയോടുള്ള കാറ്ററിങ് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം. ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വരാന്തയിൽ ചുമരിൽ ഇങ്ങനെ വെള്ളിനേഴി പഞ്ചായത്ത്, ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മാപ്പൊക്കെ അവിടെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ബാക്കിയുള്ളവർ അതകത്ത് ഊണ് കഴിക്കുന്നുണ്ട്. ഊണ് കഴിച്ചവർ ഇവിടെ ഇരുന്ന് പിന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം, വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞു, നമ്മൾ ഇറങ്ങിയത് വണ്ടി വന്നു. അപ്പോൾ രാവിലെ പോയ അതേ ഓട്ടോ തന്നെയാണ് ഉച്ചയ്ക്കും വന്നത് കേട്ടോ. നമ്മുടെ അയ്യപ്പ ഓട്ടോ ആണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഇത് പോരാറാവുമ്പോൾ രാധാകൃഷ്ണൻ അങ്കിൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു, സ്പെഷ്യൽ ഫോർ മീ. അങ്കിള് വിദേശത്ത് ഒക്കെ പോയിരുന്നു അത്ര. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അതിലെഴുത്തൊക്കെ കണ്ടപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. ഇത് ഒരു ലെറ്റർ പാഡും ഒരു പെന്നും ലണ്ടൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം. എന്തായാലും എനിക്ക് തന്നതാണ് അങ്കിൾ ഗിഫ്റ്റായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്കിൾ. ഒരുപാട് സന്തോഷം എന്നെ ഓർത്തതിലും എനിക്കത് തന്നതിലും. ഇത് അച്ഛനത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഇതാണ് അങ്കിളിൻ്റെ ഗിഫ്റ്റ്. നല്ല രസമുണ്ട്. അതിൽ ആ പേന വയ്ക്കാൻ അതിലൊരു ബാൻഡൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അങ്കിളിൻ്റെ ഗിഫ്റ്റ്. രാധാകൃഷ്ണൻ അങ്കിൾ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. നല്ലൊരു പേനയും ഒരു ലെറ്റർ പാഡും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അച്ഛൻ്റെ SSLC ബാച്ചിൻ്റെ ഒരു ഒത്തുചേരലായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.